സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബലയുടെ വരവിന്റെ ഉദ്ദേശം അവളാണെങ്കിൽ വ്യക്തമാക്കുന്നുണ്ട്. വളഞ്ഞ വഴിക്കാണ് അവൾ അത് നന്ദനോട് പറയുന്നത്. താൻ കോടികളുടെ കടബാധ്യതയാണെന്നും അതുപോലെ തന്നെ തന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ RK നായർ എന്നയാൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിനായിട്ട് MLA ആയിട്ടുള്ള ദേവികയുടെ ഒപ്പ് വേണമെന്നും അതുവഴി തന്റെ കുടുംബം രക്ഷപ്പെടും, മാത്രമല്ല തനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നൊക്കെ ഇസബല്ല പറയുകയാണ്. ഈ സമയം നന്ദൻ പറയുന്നുണ്ട് തന്റെ അച്ഛനും ഭാര്യയും ആ കമ്പനി ഇവിടെ വന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു, അത് ആപത്താണെന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ ചിന്തിക്കരുത് നന്ദൻ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇസബല്ലയാണ് നിന്നെ രക്ഷിച്ചത്. ഇവളുടെ പാപ്പൻ നിയമം ഒട്ടും തന്നെ തെറ്റിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അയാൾ പോലും നിനക്ക് രക്ഷകനായിട്ട് വന്നു. ഋഷിയുടെ കാര്യം നീ മറന്നു പോകരുതെന്നൊക്കെ കെവിൻ പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഈ ഒരു കാര്യം പറഞ്ഞ് നന്ദനെ വിലപേശാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നന്ദൻ അത് ചെയ്തു തന്നാൽ മതി. ദേവികയോട് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക. അങ്ങനെ നന്ദനാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. തനിക്ക് ഹെൽപ്പ് ചെയ്ത ഇസബല്ലയ്ക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ തന്നെ അവൻ തീരുമാനിക്കുകയാണ്. ദേവികയെ കണ്ട് സംസാരിക്കാനും അവൻ തീരുമാനിക്കുന്നു. പിന്നീട് മുരളിയോട് ശാരികയാണെങ്കിൽ തന്റെ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് നവീനെ എല്ലാം മറ്റൊരാളെയാണ് ഇഷ്ടമെന്നും അത് വീട്ടിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അതുകൊണ്ടാണ് ഇത്രയും നാൾ അത് മറച്ചു വെച്ചതെന്നും നവീനെ വേറെ കല്യാണം കഴിപ്പിക്കാനായിട്ടൊക്കെ മുരളിയോട് പറയുമ്പോൾ ഇത് ഇത്രയും ദിവസം മറച്ചു വെച്ചത് ശാരികയുടെ തെറ്റാണ്. ഇഷ്ടപ്പെടുമ്പോൾ അത് ഇഷ്ടമുള്ള ആള് തുറന്നു പറയാനുള്ള ധൈര്യമെങ്കിലും ശാരിക കാണിക്കണം വരുന്നെന്ന് പറയുമ്പോൾ തന്റെ വീട്ടിലെ അവസ്ഥയോർത്തിട്ടും എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് മാത്രമാണ് മിണ്ടാതിരുന്നതെന്നൊക്കെ ശാരിക പറയുന്നു. ദേവികയോടും വീട്ടുകാരോടും പിന്നെ ഗൗരി ചേച്ചിയോടും നവീനോടൊക്കെ തന്നെ മുരളിയേട്ടൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ശാരിക പറയുകയാണ്. അപ്പൊ നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണല്ലേ? അതെ എന്നിങ്ങനെ ശാരിക വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ദേവികയോടും എല്ലാവരോടും പറയാം, നവീനെ ഞങ്ങൾ മനസ്സ് മാറ്റിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശാരിക്ക് ധൈര്യം കൊടുത്ത് മുരളിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശാരികയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ആവുകയാണ്. പിന്നീട് മുരളി ആവട്ടെ ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവികയ്ക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാട്ടോ. അങ്ങനെ എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ദേവി എനിക്ക് വേണ്ടി ചെയ്യണം. ഇതുവരെ ഒന്ന് വരണം, ഗൗരിയെ കാണണം, സംസാരിക്കണം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ദേവികയോട് സംസാരിക്കാനുണ്ട്. അതിനെന്താ മുരളിയേട്ടാ, നവിന്റെയും ശാരികയുടെയും വിവാഹമല്ലേ, അത് നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിക്കോളാം. അവളുടെ ഈ പിടിവാശിയൊക്കെ ഞാൻ പറഞ്ഞു തീരും. നിങ്ങൾ ആരും പേടിക്കാതെ ഇരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും മുരളിയാണെങ്കിൽ ദേവികയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുന്നു, ശാരികയുടെ ഇഷ്ടം നടത്തി കൊടുക്കാനും. അങ്ങനെ നന്ദനാവട്ടെ ദേവിയെ കണ്ട് ഈ RK നായരുടെ ആ ഒരു പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദേവിക പറയുന്നുണ്ട്, നന്ദു നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനടക്കം പറഞ്ഞതല്ലേ അതിലൊരിക്കലും സൈൻ ചെയ്യരുതെന്ന്. MLA എന്നുള്ള സ്ഥിതിക്ക് ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം അത് എന്റെ നാടിനെയും നാട്ടുകാരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മോശപ്പെട്ട രീതിയിൽ ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി നിനക്ക് എന്റെ വാക്ക് കേൾക്കണോ അതോ നാട്ടുകാരുടെയാണോ പ്രധാനം? മര്യാദയ്ക്ക് ചെയ്തോ. ആ കമ്പനി വന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാലിന്യ സംസ്കരണം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല നന്ദൻ, കാര്യമായിട്ട് അത് പഠിക്കണം, എങ്കിലേ നന്ദുനടക്കം അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയണം. ഈ സമയം അവരാണെങ്കിൽ വഴക്ക് കൂടുന്നുണ്ട്. പക്ഷേ നന്ദനാണെങ്കിൽ കടുംപിടുത്തം പിടിക്കുമ്പോൾ ദേവിക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ RK നായരും ഇസബല്ലയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. RK നായർ പറയുകയാണ്, അല്ല കമ്പനിയുടെ തറക്കല്ലിടാനായിട്ട് പറ്റുമോ? ആ MLA ഒപ്പുവെക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധൈര്യത്തോടെ ഒപ്പുവെച്ചോ, ഞാനാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഇസബല്ല പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. പിന്നെ ഒരു ഇമോഷണൽ പ്ലേ ഒക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട്. എന്തായാലും RK നായരിനോട് ധൈര്യത്തിൽ തന്നെ ഒപ്പിടാൻ തറക്കല്ലിടാനൊക്കെ ആയിട്ട് പറയുകയാണ്. കമ്പനി തുടങ്ങി വെക്കാനും പറയുന്നുണ്ട് ഇസബല്ല. വലിയൊരു ചതി തന്നെയാണ് ഇസബല്ല നടത്തിയിരിക്കുന്നത്. അവൾ പറഞ്ഞതൊക്കെ തന്നെ കള്ളങ്ങളാണെന്നുള്ള കാര്യം 100% ഉറപ്പും. അപ്പൊ കെവിന്റെയും ഇസബല്ലയുടെയും കടന്നു വരവിന്റെ ഉദ്ദേശം ഇതുകൂടിയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ എന്തായാലും നന്ദന്റെയും ദേവികയുടെയും ജീവിതം വീണ്ടും ആടി ഒലയാനായിട്ട് പോവുകയാണ് ഇസബല്ലയും കെവിനും കാരണം. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.